ഇന്ത്യൻ റെയിൽവേയിലേക്ക് വൻ അവസരം വന്നിരിക്കുന്നു. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും അതുപോലെ പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാവുന്നതാണ്. CEN 8/2024 കാറ്റഗറിയിലേക്കാണ് 32,438 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് ഷോർട്ട് കട്ടായിട്ട് പറയാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത്. ഇതിൻ്റെ ആദ്യം ഏജ് കാറ്റഗറി എന്താണെന്ന് നോക്കാം. 18 മുതൽ 33 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് കാറ്റഗറി കൊടുത്തിട്ടുള്ളത്. SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വയസ്സിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 6 വയസ്സിൻ്റേതും. അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി ആരംഭിച്ചിരിക്കുകയാണ്. 23/1 അതായത് ജനുവരി 23 അപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി ആരംഭിച്ചിരിക്കുകയാണ്. അവസാന തീയതി എന്നുള്ളത് ഫെബ്രുവരി 22 ഫെബ്രുവരി 22 തീയതി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അടുത്തത് നമുക്കിതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. 500 രൂപയാണ് ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫീ അടയ്ക്കേണ്ടത്. SC/ST അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ കാറ്റഗറി ഉള്ളവർക്ക് 250 രൂപ. ഈ 250 രൂപ എക്സാമിന് ശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യപ്പെടുന്നതാണ്. അടുത്ത എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ 4 സ്റ്റേജിലായിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, അടുത്തത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, നെക്സ്റ്റ് തേർഡ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ലാസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇതിൽ ആദ്യമായിട്ട് ഇതിൻ്റെ എക്സാം എങ്ങനെയാണെന്ന് നോക്കാം. എക്സാം പാറ്റേൺ 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. 1.5 മണിക്കൂർ സമയമാണ് ഇതിന് ലഭിക്കുന്നത്. 25 മാർക്കിൻ്റെ മാത്തമാറ്റിക്സ്, 25 മാർക്കിൻ്റെ ജനറൽ സയൻസ്, ജനറൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ റീസണിങ് 30 മാർക്ക്. ലാസ്റ്റ് വരുന്നത് ജനറൽ അവയർനെസ് അതുപോലെ തന്നെ കൂടാതെ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിൻ്റെ. ടോട്ടൽ 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും നടക്കുന്നത്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആൺകുട്ടികൾക്ക് ആദ്യമായിട്ട് 35 കിലോഗ്രാം വെയിറ്റ് എടുത്തുകൊണ്ട് 100 മീറ്റർ റണ്ണിങ് ആണ് ചെയ്യേണ്ടത്. 2 മിനിറ്റാണ് ലഭിക്കുന്നത്. പെൺകുട്ടികൾക്കാണെങ്കിൽ 20 കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് 100 മീറ്റർ റണ്ണിങ് സെയിം 2 മിനിറ്റ്. അതുപോലെ ആൺകുട്ടികൾക്ക് അടുത്തതാണ് 1 കിലോമീറ്റർ റണ്ണിങ്, അതിന് ലഭിക്കുന്നത് 4 മിനിറ്റും 15 സെക്കൻഡും. പെൺകുട്ടികൾക്കാണെങ്കിൽ 1 കിലോമീറ്റർ റണ്ണിങ് 5 മിനിറ്റും 45 സെക്കൻഡും. ഇത്രയുമാണ് ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത്. അടുത്തത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഫൈനൽ ഇയർ അതായത് +2 അല്ലെങ്കിൽ 10th അപ്ലിക്കേഷൻ, ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റിന് ഇതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ITI ഡിപ്ലോമ ഉള്ളവർക്ക് പ്രിയോറിറ്റി ലഭിക്കുന്നതാണ്. ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ, കാരണം 22 ഫെബ്രുവരിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നല്ലൊരു വേക്കൻസി, ഞാൻ നേരത്തെ പറഞ്ഞു 32,438 വേക്കൻസിയാണ്, വമ്പൻ വേക്കൻസിയാണ് ഇത്തവണ RRBയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു മെസ്സേജ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്